ശ്രീ CR നീലകണ്ഠൻ, താങ്കൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ പാർട്ടിയിൽ സമ്പൂർണ്ണ നിയന്ത്രണവും മുഖ്യമന്ത്രിക്കുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് വിളിക്കുവാൻ പാർട്ടിക്കാർക്ക് പറ്റാത്ത ഒരു സാഹചര്യം, ഇത് പാർട്ടി നികത്തി കൊടുക്കുകയാണോ ഈ നിയമനത്തിലൂടെ ഉണ്ടായത്? ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു അപ്രമാദിത്വം ഭരണത്തിൽ ഉണ്ടായിരുന്നതിന് പാർട്ടി പതുക്കെയാണെങ്കിലും കടിഞ്ഞാനിടുവാൻ ശ്രമിക്കുന്നു, ഇങ്ങനെയൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആദ്യം വന്നപ്പോൾ ആരും എന്നെ വിളിക്കണ്ട, ഉപദേഷ്ടാക്കളൊന്നും വിളിക്കണ്ട, എൻ്റെ ആളുകളാന്ന് പറഞ്ഞ് കുറേ ആളുകൾ ചുറ്റും നടക്കും, അവരൊന്നും എൻ്റെ അടുത്ത് വരരുത്, ഇങ്ങനെ കുറേ ഉപദേശം മുഖ്യമന്ത്രി ആദ്യ ദിവസം തന്നെ കൊടുത്തു. ഇതൊരു പക്ഷേ പാർട്ടിക്കാർക്ക് ആക്സസ് കുറഞ്ഞു എന്ന തോന്നലുണ്ടായിരിക്കാം. അത് നിയന്ത്രിക്കാൻ, അത് കുറയ്ക്കാൻ പാർട്ടിയുടെ ആക്സസ്, ജയരാജനെ പോലെ നേരത്തെ പറഞ്ഞു, പുത്തലത്ത് ദിനേശനെ പോലെ ഒരാളാവുമ്പോൾ വളരെ ജൂനിയറാണ്, മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി അങ്ങനെ പറയാൻ പറ്റില്ല. ജയരാജനാണെങ്കിൽ അങ്ങനെയല്ല, CMA അല്ലെങ്കിൽ സഖാവെ ഇത് മാറ്റണം എന്ന് പറയാൻ പറ്റും. കുറച്ചുകൂടി പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരാൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മേൽ നിയന്ത്രണമിടാൻ സ്വാധീനമുള്ള ഒരാളെ അവിടെ നിയമിച്ചു. അത് തെറ്റോ ശരിയോ എന്നുള്ള വാദത്തിലേക്കല്ല ഞാൻ പോണത്. അങ്ങനെ പാർട്ടി തന്നെയാണ്, പാർട്ടിക്കാണ് ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ പാർട്ടി തന്നെ ഭരിക്കും. പാർട്ടി പറയുന്ന ആൾ മുഖ്യമന്ത്രിയാവും, പാർട്ടി പറയുന്ന രീതി ഭരിക്കും, അത് അവരുടെ രീതി. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പരിശോധിക്കാനും പറയാനും ബാക്കി എല്ലാവർക്കും അവകാശമുണ്ട്. ആ രീതി ശരിയാണോ എന്ന്, അത് പൊതുജനത്തിൻ്റെ അഭിപ്രായം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ ഇത് മാത്രമല്ല, ഒരുപാട് അപജയങ്ങൾ, അപകടങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെയോ ഏച്ചുകെട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടാവാം. പൊതുസമൂഹത്തിലും, അതും ഞാൻ ഈ IAS IPS മാത്രമല്ല, പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയെ പറയുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതല്ലാതെ ചില കാര്യങ്ങൾ വരികയും ഒരുപാട് കൺഫ്യൂഷൻ ജനങ്ങളുണ്ടാവും. എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ ശരിയായില്ല എന്നൊരു തോന്നൽ പാർട്ടിക്കാർക്കും പൊതുസമൂഹത്തിനുമുണ്ട്. അത് അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, പാർട്ടിയുടെ നിയന്ത്രണം മുഖ്യമന്ത്രി മേൽ ഇല്ലാത്തത് കൊണ്ടാണോ, പാർട്ടിയുടെ ഐഡിയോളജി മുഖ്യമന്ത്രി മുഴുവൻ നടപ്പാക്കുന്നത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അത് വേറെ വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലുള്ള അവതാരങ്ങൾ വീണ്ടും എത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയല്ലേ ചെയ്യുകയുള്ളൂ. അതാ ഞാൻ പറഞ്ഞേ, ഇപ്പൊ അവതാരങ്ങൾക്ക് കുറച്ചുകൂടി ആക്സസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി അങ്ങനെ വേണ്ട, മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെല്ലണ്ട, ജയരാജൻ്റെ അടുത്ത് ചെന്നാൽ മതി. അത് തന്നെയാണ് സംഭവിക്കാൻ പോണത്. ആ ആക്സസ് കിട്ടാൻ, അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയാൻ പറ്റില്ല. പൊതുവെ അത് നെഗറ്റീവാകും. കാരണം ഈ ഭരണത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ രാഷ്ട്രീയമായ ഇടപെടൽ ഇടതുപക്ഷ ഭരണകാലത്ത് എപ്പോഴും വന്നിട്ടുള്ള ഒരു ആരോപണമാണ്. ശ്രീ ജേക്കബ് ജോർജിനൊക്കെ അതറിയാം. AKG സെൻറ്ററിൽ എടുക്കുന്ന തീരുമാനം ഒപ്പിടുന്നത് മാത്രമാണ് മന്ത്രിമാരുടെ ജോലി എന്ന പരാതി പലപ്പോഴും അത് ഉണ്ടായിട്ടുണ്ട്. സഖാവ് പിണറായി അതല്ല ഞാൻ എന്ന് തോന്നിക്കുന്ന തരത്തിൽ ചില നടപടികൾ എടുക്കുമ്പോൾ പാർട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ പോണ്ട, എന്നാൽ ഇത് പൂർണ്ണമായി നിയന്ത്രണത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചെങ്കിൽ അത് പാർട്ടിക്ക് അങ്ങനെ തീരുമാനിക്കാം. അതുകൊണ്ട് സീനിയറായ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുമായി വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയോട് ഇത് പറ്റില്ല എന്ന് തന്നെ ഒരുപക്ഷെ വേണമെങ്കിൽ പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നേതാവിനെ വെച്ചത്. പക്ഷേ ശ്രീ CR നീലകണ്ഠൻ, അങ്ങനെയാണെങ്കിൽ 8 മാസം കൊണ്ട് സെൽ ഭരണം എന്നൊരു തോന്നലില്ലായിരുന്നു. ഇനി അങ്ങോട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ താങ്കൾ പറയുന്നത് പോലെയാണെങ്കിൽ സെൽ ഭരണം എന്നൊരു തോന്നൽ പുതുതായി ഉണ്ടാവുകയില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. പാർട്ടിയുടെ ചെറിയ ചെറിയ നേതാക്കന്മാരെ വിളിച്ചിട്ട്, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യാണ്, ചെറിയ നേതാക്കന്മാർ വിളിച്ചിട്ട് അവിടുത്തെ SA മാറ്റണം, ഇവിടുത്തെ SP മാറ്റണം, ഇവിടുത്തെ സർക്കിളിനെ മാറ്റണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഓർഡറുകൾ വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ സെൽ ഭരണം എന്ന് പറയുന്നത്. പാർട്ടിക്ക് ഇഷ്ടമല്ല SA എന്നയാളെ മാറ്റി, CA മാറ്റി, അങ്ങനെ മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് എളുപ്പവഴിയാണ് ജയരാജനെങ്കിൽ ഒരുപക്ഷെ CM-നെ വിളിച്ചങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ആക്സസ് ഇല്ല. ജയരാജനാകുമ്പോൾ അത് പറയാം. സാധാരണ പാർട്ടി പ്രവർത്തകരുമായി നല്ല അടുപ്പമുള്ള ആളാണ് ജയരാജൻ. ആ അർത്ഥത്തിൽ ജയരാജന് എല്ലാവരുമായിട്ട് ആക്സസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇത്തരം ഇടപെടലുകൾ ഉണ്ടാവാം. അതാ ഞാൻ പറഞ്ഞത്, അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഉണ്ടായാൽ അത് പാർട്ടിക്ക് ഗുണകരമാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം പലപ്പോഴും പാർട്ടിയുടെ സ്ട്രക്ചറിൽ ഒരുപാട് സ്വാർത്ഥ താല്പര്യക്കാർക്ക് ഇടപെടാനുള്ള പഴുതുകൾ ഇപ്പോഴുണ്ട് എന്ന് പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ കൂടുതൽ ഇടപെടുന്നതായിരിക്കും ഉണ്ടാവുക. ശ്രീയാനത്തിൽപ്പെട്ട മാനന്തൻ, ഇത്തരത്തിലുള്ള ഇടപെടലാണ് സംശയിക്കുന്നത്. ഇവിടെ 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജയരാജനെ അവിടെ കൊണ്ട് പാർട്ടി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കവടി നിരത്തി കണ്ടെത്തുന്നതെന്നറിയില്ല.
ഇതൊക്കെ ഈ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ ഇത് കാഴ്ചക്കാരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ പറച്ചിലെല്ലാം. മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വം നിയന്ത്രിക്കാൻ ജയരാജനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറെ അവിടെ കൊണ്ടുവച്ചെന്നൊക്കെ പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? ഇതെല്ലാം ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ ഒരു ശൈലി ആണ് ഈ സംഭാഷണങ്ങളെല്ലാം വരുന്നത്. സെൽഫ് ഭരണം. ഇനി സാധാരണ സഹാക്കൾക്കെല്ലാം എസ് ഐ മാറ്റുന്നതിന് വിളിക്കാം എന്നൊക്കെ പറയുന്ന 57 ഗവൺമെൻറ് കാലത്ത് ആ ഗവൺമെൻറ്റിനെ താറടിക്കാൻ വേണ്ടി ഇതേപോലെ പദപ്രയോഗങ്ങളുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് വരികയാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പദപ്രയോഗങ്ങളാണ്, ഈ വിരുദ്ധ മനോഭാവമാണ് ഇതിലെല്ലാം കൂടി പ്രകടിപ്പിക്കുന്നത്. അതല്ലാതെ ജയരാജനെ ഒരു കാര്യക്ഷമതയുള്ള ഒരാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ സഹായിക്കാൻ കൊടുത്താൽ അദ്ദേഹത്തെ കടിഞ്ഞാണിടാനാണ്, അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം നിയന്ത്രിക്കാനാണ് എന്നെല്ലാം കണ്ടെത്തുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സൂക്കേടിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവം പ്രകടിപ്പിക്കില്ല മാത്രമാണത്. ഇവിടെ ആദ്യമേ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ ജനദ്രോഹകരമായ നിലപാടുകൾ ഏതെങ്കിലും എടുത്തോ, അത് ജനങ്ങൾക്ക് ക്ഷേമകരമായ നിലപാടുകൾ എടുത്തോ, അത് കാര്യക്ഷമമാകുന്നതിൽ വേഗത കുറവുണ്ടെങ്കിൽ ആ വേഗത കുറവുണ്ടെന്നുള്ള ചൂണ്ടിക്കാണിക്കാം. ആ വേഗത കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്, അത് പരിഹരിച്ചു പോകും ഗവൺമെൻറ്. അതിനെന്തൊക്കെ നടപടികൾ എടുക്കുമോ എടുക്കേണ്ടി വരും. ഈ ഗവൺമെൻറ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മറ്റേതെങ്കിലും ഓഫീസിലും ഇതുപോലെ കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനം നടക്കുമെന്ന് ബോധ്യമായ അവിടെയും തിരുത്തും. അതൊക്കെ ദൈനംദിന പ്രവർത്തനങ്ങൾ പരിശോധിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യത്തിനനുസൃതമായി ഭരണം കൊണ്ടുപോകാൻ വേണ്ടി ബാധ്യസ്ഥമായ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള തിരുത്തലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി ശ്രീ പി സി വിഷ്ണുനാഥ്, ഇപ്പോൾ പോലീസിന്റെ കാര്യത്തിൽ പാർട്ടി സഖാക്കൾക്ക് നേരിട്ട് ഇടപെടുവാൻ പറ്റുന്നില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എം പി ജയരാജൻ വരുന്നതോടെ ഇത്തരത്തിലുള്ള സെൽ ഭരണത്തിലേക്ക് പോകുമോ എന്ന് തുടങ്ങിയ ആശങ്കകൾ അത് പങ്കുവെക്കേണ്ടതുണ്ടോ? ഇപ്പോൾ അവസാനമായി ഞാൻ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം സഖാവ് പിണറായി വിജയൻ്റെ അപ്രമാദിത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എം വി ജയരാജനെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആനത്തലവട്ടം ആനന്ദൻ ചിരിക്കാൻ കാരണം ആ പാർട്ടിയിലെ പിണറായി വിജയൻ്റെ ശക്തിയെ അറിയാവുന്ന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടി ആയതുകൊണ്ടാണ്. കേരളത്തിലെ പാർട്ടിയിൽ പിണറായി വിജയനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളുമില്ല എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര പാർട്ടിയിലും അതിന് ശേഷിയുള്ളവരുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഈ അപ്രമാദിത്വം ഒന്നും ഉള്ളതൊക്കെ അതുപോലെ തന്നെയോ അത് അദ്ദേഹം തീരുമാനിക്കുന്ന അത്രയും അളവിൽ പിണറായി വിജയൻ തീരുമാനിക്കുകയാണ് അപ്രമാദിത്വം 5% മതി, അല്ല 10% വേണമെന്ന് പുള്ളി തീരുമാനിച്ചാൽ 10%, അദ്ദേഹം തീരുമാനിക്കുകയാണ് 100% അപ്രമാദിത്വം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ 100%. രണ്ടാമത്തെ കാര്യം ഇവിടെ പിന്നെ ഈ എഫിഷ്യൻസിയുടെ കാര്യം, ഇപ്പോൾ ഒരു ബജറ്റിൽ വരേണ്ട കാര്യം രാവിലെ ഇറങ്ങിയ പത്രത്തിൽ വള്ളിപുള്ളി തെറ്റാതെ വാചകം തെറ്റാതെ വന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമത വളരെ വലുതാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വിലയിരുത്തട്ടെ. അവർ റേഷൻ കടയിലൊക്കെ പോകുന്നവരാണല്ലോ. ശരി, നന്ദി ശ്രീ പി സി വിഷ്ണുനാഥ്, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ വി രാജേഷ്, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ CR നീലകണ്ഠൻ.